ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലുള്ളത് മെജസ്റ്റിക്കിൻ്റെ പരിസരത്താണുള്ളത്. പൊതുവേ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സംഭവമാണ് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ രാത്രി 12 മണി കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല, വെടുപ്പല്ല എന്ന്. അപ്പോൾ ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നിട്ടിപ്പോൾ ഒന്ന് രണ്ട് ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മെയിൻ ചെയ്യാതെ വീണ്ടും നടന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടുകയാണെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കും, അല്ലെങ്കിൽ ഈ രാത്രി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ നടക്കും. എന്താണ് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വല്ല സത്യമുണ്ടോ, സേഫാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോഴോ അതൊരു 3 മിനിറ്റ് ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആകും. ഞങ്ങളൊരു ഗല്ലിക്കകത്ത് കയറി നടക്കാം കേട്ടോ. ഈ ഗല്ലിയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഈ മറ്റേ എന്തായാലും പറയാ ശിവണ്ടികൾ ഒന്ന് ഞങ്ങളെ വിളിച്ചു നോക്കി. ഞങ്ങളെ മെയിൻ്റാക്കിയില്ല. അപ്പോൾ അവരൊരു എന്താ പറയുക, ഒരു മോഞ്ഞ എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ ഡയലോഗ് അടിച്ച് വിട്ട് വീണ്ടും ഞങ്ങൾ അവരുടെ ഇടയ്ക്ക് തന്നെ പോകാം. മനഃപൂർവ്വം തലവെച്ച് കൊടുക്കണം. കണ്ടില്ല, ഒരു കള്ളുകൂടിച്ച് നേരെ ഒന്ന് വീഴ. ഞാൻ ക്യാമറ പൊട്ടിപ്പിടിച്ചു. അങ്ങോട്ട് തിരിച്ചാലോ? ഇവിടെ ഒരു ഉടായ്പ സാധനം കൊണ്ടുപോകുന്നുണ്ടോ? അത് ഓട്ടോറിക്ഷയിൽ കയറി അതായിരിക്കും. അതാ ഇവിടെ നിന്നാണ് നമ്മളെ നിൽക്കുന്നതാണ് നമ്മളോട് മോശമായിട്ട് ഒന്ന് തോണ്ടി നോക്കിയത്. ഒച്ചയുണ്ടാക്കുന്നുണ്ടല്ലോ. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ പുറകു വശം ഞങ്ങളിതാ രണ്ടാളും കൂടെ രാത്രിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമൊന്നുമില്ല, പൊതുവെ ആളുകൾ കുറവാണ്. ഞങ്ങൾ വന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ആ സമയത്ത് 1-2 ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഒന്ന് കറങ്ങിയ ശേഷം അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം. റൂം ആ ഭാഗത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴി പോയേ പറ്റില്ലേ. കടകളെല്ലാം ക്ലോസ് ചെയ്തു. കുറേ ബാറ്, റെസ്റ്റോറൻറ്റ്, ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. പക്ഷെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഞങ്ങളുടെ യാത്ര വീണ്ടും തെരപ്പാര മെജസ്റ്റിക് സ്ട്രീറ്റ് ബസ് സ്റ്റാൻഡ് എത്തി. ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ ഒരു ഉടായ്പ ഫീൽ ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലൂടെ നടക്കുക. ഇതിപ്പോൾ പട്ടീനെ പോലെ നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി. ഞങ്ങളതും കേട്ടൊന്ന് ക്യാമറയും കൊണ്ട് ഇറങ്ങിയതാണ്. ഒരു ചുക്കുമില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അകത്താട്ടോ. ഇവിടെ കുറേ ആളുകൾ ബസ്സും കാത്ത് നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ ബസ് സ്റ്റാൻഡിൽ കടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങൾ തേരാപ്പാരാന്ന് അലിയുന്നുണ്ട്. ഈ നേരം കൊണ്ട് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ സ്റ്റെപ്പുണ്ട് മുകളിൽ കയറാൻ. അതാ ഗേറ്റ് നമ്പർ 1 അല്ല, ബസ് ടെർമിനൽ 1. ആരുമില്ലല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനില്ല. സമയം ഏകദേശം ഒരു 1:30 ആയി കാണും. ആ ഒരു ഏരിയയിലാണ് എന്തൊക്കെയോ കശകശമുള്ളത്. പക്ഷെ അതൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള ആൾക്കാരുണ്ടോ. പിടിച്ചോറിയോ പോക്കറ്റോ പറഞ്ഞോ ഉണ്ടാക്കിയ പോലെ സംഭവങ്ങളല്ല. ഈ പാവം വയറ്റിപ്പഴപ്പിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ അനുഭവം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് എന്താണ് മെജസ്റ്റിക്കും രാത്രിയിൽ ഒറ്റയ്ക്കിറങ്ങി നടന്നാലോ ബോട്ടത്തോടെ നടന്നാലോ എന്താ സംഭവിക്കുന്നത് പറയാം. 1-2 സംഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്. ഈ നേരം വരെ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ 1-2 ചെറിയ ഇഷ്യൂസ്, അത് ഈ മറ്റേ എന്താ പറയുക, അതിൻ്റെ എന്താ പറയുക, 80 പിടിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു വിട്ടിട്ടല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലത്. ചേർന്ന് കിട്ടാം. പൊട്ടുമ്പോൾ എല്ലാവരും പൊട്ടും.
നീ വളക്കല്ലോ ഫാമിലി കിട്ടും. ഇവിടെ കുറച്ച് പാവം ബൈക്കുകളൊക്കെ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നല്ലാണ്ട് ടീച്ചറുകളൊന്നും കണ്ട് കാര്യമില്ല. ഇപ്പോൾ 2 റൗണ്ടായിരുന്നു ജയിക്കുന്നത്. വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഏതായാലും സൂചനയായിട്ട് തന്നു കേട്ടോ. ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് നമ്മുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നാട്ടുകാർ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ഞങ്ങളോട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു പള്ളിക്കട്ടി രസം ഒന്നും പറഞ്ഞില്ല. അതൊരു കൊടുത്ത പട്ടി അത് എത്ര സിമ്പിളായിട്ട് കഴിഞ്ഞു.